എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പം നമുക്കൊന്ന് പുറത്തായാലോ? അപ്പം നമ്മളങ്ങനെ വൈകുന്നേരം പണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളങ്ങനെ ഫ്രഷ് ആയോ എന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. കുറച്ച് സാധനം വാങ്ങാനുണ്ട്. നമുക്ക് പോയോക്കാ. ഈവനിങ്ങിൽ പുറത്തേക്ക് ഇറങ്ങാൻ ഭയങ്കര സുഖമല്ലേ, വെയിലൊന്നും ഇല്ലല്ലോ. അപ്പം നമുക്ക് പുറത്തേക്ക് പോകാം. അപ്പം നമ്മളിതാ റോട്ടിലിങ്ങനെ പോയി. എനിക്കിങ്ങനെ നമ്മൾ പുറത്തേക്ക് പോകുമ്പം ബാക്ക് സീറ്റിൽ ഇരുന്നിട്ട് മിററിൽ എന്നെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം നമുക്ക് കുറച്ച് സാധനമൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ വരാമെന്ന്. എവിടേക്ക് അങ്ങോട്ടാണ് പോകണമെന്ന് ആർക്കറിയാം. ഇതൊക്കെ ഷോപ്പിലൊന്ന് കയറാനുണ്ടായിരുന്നു. അപ്പം ഷോപ്പിലൊക്കെ കയറി, കൂടെ മോളും കയറി. നമ്മൾ പോസ്റ്റ് തന്നെ എന്താക്കാനാണ്. 2 നായ്ക്കളുണ്ട്, ഓലി നോക്കി അങ്ങനെ ഇരിക്കാം. അങ്ങനെയൊക്കെ ഷോപ്പിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ പിന്നെ പോകാൻ ടൗണിലേക്കായിട്ട് പോകുന്നത്. എനിക്ക് ഈ സ്വീറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. പിന്നെ മൂഡ് ചേഞ്ച് ആക്കുന്ന വലിയൊരു കാര്യമാണ് ഈ സ്വീറ്റ്. ഭയങ്കര ഇഷ്ടമാണ്. നമ്മളങ്ങനെ ഹൈലൈറ്റൊക്കെ കണ്ടപ്പോൾ ഹൈലൈറ്റൊക്കെ എന്തൊരു സുഖമല്ലേ, വെറുതെ ഹൈലൈറ്റിൽ പോയിരുന്ന കാലമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പോവാം. എവിടാന്ന് വെച്ചിട്ട് പോവന്നെ. പിന്നെ ഈ റോഡാകുമ്പോൾ ഭയങ്കര കട്ടറും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പോവാം. അങ്ങനെ നമ്മൾ പോയി അവിടെ എത്തി, സ്റ്റുഡിയോയിലെത്തി. എന്തിനു വന്നതെന്ന് ആർക്കറിയാം. ഇക്കൊരു ചെരുപ്പ് എടുക്കാണ്ടേനി കേട്ടോ. അങ്ങനെയൊക്കെ ആയിട്ട് വന്നതേനു. അങ്ങനെ നമ്മൾ സ്റ്റുഡിയോയിലെത്തി. ആള് ചെരുപ്പൊക്കെ നോക്കി. അങ്ങനെ സ്റ്റുഡിയോയിൽ ഇതൊക്കെ 2 ആൾക്കാർ. ആരാ അവലെന്നെ. ഇതാരാന്നറിയോ? എൻ്റെ സിസ്റ്ററും എൻ്റെ ബ്രദറിലോയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഓലൊക്കെ കൂട്ടി വന്ന് ബീച്ചിക്ക് വന്ന് വെറുതെ പോവാ. അങ്ങനെ ചായ കുടിക്കണ്ടേ. അങ്ങനെ നമ്മൾ ബീച്ചിലേക്കൊക്കെ വന്നപ്പോൾ അധികം ആൾക്കാരൊന്നുമില്ല, ബീച്ച് കാലി. നമ്മളങ്ങനെ കുറച്ച് നടന്ന് ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കയറി. ബീച്ച് വന്നാൽ അങ്ങനെ ഗൈസ് ചായ കുടിക്കാണ്ട് പോവാ. അങ്ങനെ നമ്മൾ ചായയും കടിയും ഒക്കെ വാങ്ങി അവിടുത്തെ തണുത്ത കാറ്റും ബീച്ചിലെ വൈബും കൊണ്ടൊക്കെ അങ്ങനെ ചായ കുടിക്കുകയാണ് ഗൈസ്. എൻ്റെ മോക്കാണ് കേട്ടോ ഗൈസ് ബീച്ചിൽ വന്നാൽ കടികളൊക്കെ ഭയങ്കര ഇഷ്ടമൊക്കെ. എല്ലാം അവിടുന്ന് കഴിച്ചു നോക്കണം മോക്ക്. അങ്ങനെ നമ്മൾ ചായയും കടിയൊക്കെ കഴിച്ച് നമ്മൾ അവിടുന്ന് നൈസായിട്ട് ഇറങ്ങി എവിടെയെങ്കിലും പോയിരുന്ന് സംസാരിക്കാമെന്നുള്ള രീതിയിൽ നമ്മൾ അവിടുന്ന് ഇറങ്ങി ഇങ്ങനെ നടക്കുകയാണ്. ഇരിക്കാനുള്ള സ്പേസ് ഉണ്ടോ നോക്കിയിട്ട് അങ്ങനെ നടക്കുകയാണ്. നടന്ന് നമ്മളെവിടെ എത്തി? നടന്ന് എന്താ നടന്നിട്ട് തീരില്ലേ? കുറേ നടന്നു ഗൈസ്. എത്തണ്ടേ? എവിടെയെങ്കിലൊക്കെ എത്തിയാലും എവിടെയെങ്കിലും ഇരിക്കത്. അവിടെ ഒരു കുതിരത ഗൈസ്. നമ്മൾ കുതിരനെ കാണാത്ത ആൾക്കാരൊന്നുമല്ല. പിന്നെ നമ്മൾ അതിൻ്റെ പുറത്ത് വരാനൊന്നും പോയില്ല. വെറുതെ അതിനെ ബുദ്ധിമുട്ടിക്കുന്നത്. അങ്ങനെ നമ്മൾ ബീച്ചിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളൊരു സ്ഥലത്ത് പോയി ഇരുന്നങ്ങനെ നമ്മൾ അവിടെ നിന്ന് വർത്തമാനം പറഞ്ഞു. ഭൂതം ഭാവിയൊക്കെ നമ്മൾ അവിടെ നിന്ന് അങ്ങനെ ചർച്ച ചെയ്തു. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര റൊമാൻറ്റിക്, ഭയങ്കര ക്യൂട്ട് കപ്പിൾസാണെന്ന്. പക്ഷെ അങ്ങനെയല്ല ഗൈസ്. നമ്മളെ ഇത് നേരം അടിയാടും. ദിവസം തന്നെ 5 വട്ടം നമ്മൾ ബ്രേക്കപ്പ് ചെയ്യും, ഡിവോഴ്സ് ചെയ്യും. ഏത് നേരം അടിയാട് ഗൈസ്. നമ്മളെ സ്നേഹിക്കലേ. അങ്ങനെ ഏതോ ഒരു കുട്ടി അവിടുന്ന് ഇട്ടാപ്പൊട്ടിയോ എന്തോ ഒരു പൊട്ടിന സാധനമെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന കുട്ടി. ആ ചെറിയ കുട്ടിയാണ് ഗൈസ് അവിടെ ഇതൊക്കെ വിൽക്കുന്നത്. 3 വയസ്സൊക്കെ ആയിട്ടുള്ളൂ. എന്തായാലും എനിക്ക് ആ കുട്ടീനെ കണ്ട പാവം തോന്നി. അപ്പം നമ്മൾ അതിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഇട്ടാപ്പൊട്ടി വാങ്ങിയത്. ആ മോളാന്നിങ്ങനെ പൊട്ടിച്ച് കളിക്കുകയാണ്. ഓൾക്ക് ഭയങ്കര ഇഷ്ടമായത്. അങ്ങനെ ആ ബീച്ചിൽ നിന്ന് ഇങ്ങനെ കാര്യങ്ങളൊന്നും ഞാൻ വാങ്ങിക്കൊടുക്കലില്ല. ഓരോ കയ്യിൽ പുറത്തുനിന്ന് വാങ്ങിക്കൊടുത്താലും ബീച്ചിൽ നിന്ന് അങ്ങനെ ഒന്നും വാങ്ങിക്കൊടുക്കലില്ല. അപ്പോൾ ഓൾക്ക് ഇതുവരെ ഇത് ഞാൻ വാങ്ങിക്കൊടുത്തില്ല. അപ്പോൾ ഓൾക്ക് ഇത് കിട്ടിയപ്പോൾ തന്നെ ഭയങ്കര അപ്പോൾ അതങ്ങനെ പൊട്ടിച്ചു കൊടുക്കേണ്ടി വരും. അങ്ങനെതാ ഇക്കോളുമായിട്ട് സ്വീറ്റ് കോൺ വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ്. ആള് വാങ്ങി വന്ന്. പക്ഷേ ഇത് നമുക്ക് ആർക്കും ഇഷ്ടമില്ല. ആൾ മാത്രമേ കഴിക്കുകയുള്ളൂ. പിന്നെ അവിടെ ഒരു വെറൈറ്റി സാധനം ഉണ്ടായിരുന്നു. നമ്മളൊരു ഹാൻഡ് സീനാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ നെയിമിലുള്ള സ്പെല്ലിങ് നമ്മൾ കളക്ട് ചെയ്ത് എടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലെ ഹാൻഡ് മെയ്ഡായിട്ട് നമുക്ക് ഹാൻഡ് ചെയിൻ ഉണ്ടാക്കി തരുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത്. അങ്ങനെ എനിക്ക് കണ്ടപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി. അങ്ങനെ കുറച്ച് നേരം നമ്മളത് അവിടെ നോക്കി നിന്ന്
കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ട് വാങ്ങുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് നമ്മൾ ജസ്റ്റ് ബീച്ചിൽ നിന്ന് നമ്മൾ സ്കൂട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ബീച്ചിൽ നിന്ന് പറ്റും നമ്മൾ കുറച്ച് നേരം അവിടെ ചായ കുടിച്ച് വർത്താനം പറഞ്ഞിരുന്ന് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ നേരെ എത്തിയത് എവിടേക്കാണ്? ലോഡർ ഫ്രൈസിൻ്റെ ഒരു ഗുഹയിലേക്കാണ് കഴിച്ച് നമ്മളെത്തിയത്. നമ്മളവിടെ നിന്ന് അങ്ങനെ ലോഡർ ഫ്രൈസും കഴിച്ച് എൻ്റെ മോക്ക് ലോഡർ ഫ്രൈസ് ഭയങ്കര ഇഷ്ടമാണ്. തിന്നണ്ടില്ലേ? അങ്ങോട്ട് തിന്നട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.